إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. നാം ഏർപ്പെടുന്ന ഏത് ജോലിയും ഏത് പ്രോഗ്രാമുകളും ഏറ്റവും നന്നായി പര്യവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ രൂപത്തിലാവുന്നതിന് വേണ്ടി അതിനു വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഏർപ്പെടാറുണ്ട്. നല്ല പര്യവസാനമാണെങ്കിൽ നല്ല പര്യവസാനത്തിൽ നമ്മൾ സന്തോഷിക്കാറുണ്ട്, അതല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടാറുമുണ്ട്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിനുമുണ്ട് ഈ ഒരവസ്ഥ. ഒരു നല്ല പര്യവസാനം ഈ ഭൗതിക ജീവിതത്തിന്റെ അവസാനമാണ് മരണം, നമുക്കറിയാം. ഈ ബോധം മറ്റുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് വിശ്വാസിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഉണർത്തി, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖാസ്വാദനങ്ങളെയും വിച്ഛേദിച്ചു കളയുന്ന മരണത്തെ ധാരാളമായി നിങ്ങൾ ഓർക്കണേ എന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മരണം നല്ല പര്യവസാനം ആകണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖാക, അല്ലാഹുവേ എന്റെ ദിനങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിനം നിന്നെ കണ്ടുമുട്ടുന്ന ദിനമാക്കണേ. വഖൈറ ഉമുരിഹി അവാസിറഹു, എന്റെ ആയുസ്സിൽ ഏറ്റവും നല്ല ഒരവസ്ഥ എന്നത് അതിന്റെ അവസാനത്തിലാക്കണേ. വഖൈറ അമലി ഖവാതിമഹു, എന്റെ അമലിൽ ഏറ്റവും ഖൈറായത് അവസാനം ചെയ്യുന്നതാക്കണേ. അവസാനം നന്നാവുക, അന്ത്യം നന്നാവുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അത്തരം ഒരവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത്. പ്രവാചകൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണാം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, യാ റസൂലല്ലാഹ് ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ, പ്രവാചകരെ നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നതിലും നിങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്നിരിക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും, ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നാ ചോദിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി നഅം. ആരോടാ പറയുന്നത്? പ്രവാചകന്റെ സഹാബത്തിനോടാണ് പറയുന്നത്. അതേ, പേടിയുണ്ട്. കാരണം ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാഹ്, അല്ലാഹുവിന്റെ വിരലുകളിൽ ഇരു വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം നിലകൊള്ളുന്നത്. യുഖല്ലിബുഹാ കൈഫ യശാ,
അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ അതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. മനുഷ്യന്റെ കർമ്മങ്ങൾ ഹൃദയം മാറ്റപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ, പദ്ധതികൾ, അതെല്ലാം നന്നായി തീരുന്നതിന് വേണ്ടി അതിനാവശ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ സ്വീകരിക്കുമെങ്കിൽ ജീവിതത്തിന്റെ അവസാനം നന്നാവാൻ അടിസ്ഥാനപരമായി ചില പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകേണ്ടതുണ്ട്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമ്മൾ ഉണർത്തിയതാണ്. കാരണം മരണം, ഒരു ധാരാളക്കണക്കിന് ആകസ്മികമായ മരണങ്ങളെക്കുറിച്ച് വാർത്തകൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ചില മരണ വാർത്തകൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അത്രയും ആക്റ്റീവായി നടന്നിരുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഈ ലോകത്തു നിന്ന് വിടവാങ്ങി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തരിച്ചു പോകാറുണ്ട്. ഏത് സമയത്ത് മരണം നമ്മളെ പിടികൂടിയാലും നല്ല ഒരു പര്യവസാനം നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ആളുകളെ കുറിച്ച് പ്രവാചകൻ ഉണർത്തിയത് കാണാം. ഇന്ന അഹദക്കും സയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന. സ്വർഗ്ഗക്കാരുടെ പ്രവർത്തനം ജീവിതത്തിലുടനീളം ചെയ്തു. സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനമാണ് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും. എത്രത്തോളം ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാ. സ്വർഗത്തിലേക്ക് കടക്കാൻ ഇനി ഒരു മുഴം ബാക്കി നിൽക്കെ നരകക്കാരുടെ പ്രവർത്തനം ചെയ്തുകൊണ്ട്, അന്ത്യം നരകക്കാരുടെ മരണം പ്രവർത്തനമായിക്കൊണ്ട് നരകത്തിലേക്ക് പോയ ആളെ കുറിച്ചും, ജീവിതത്തിലുടനീളം നരകക്കാരുടെ പ്രവർത്തനം ചെയ്ത് നരകത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മുഴം ബാക്കി നിൽക്കെ സ്വർഗക്കാരുടെ പ്രവർത്തനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയ വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തുന്നുവെങ്കിൽ അന്ത്യം നന്നാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം വഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. തീർച്ചയായിട്ടും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അന്ത്യത്തിനനുസൃതമായിട്ടാണ്. ചരിത്രത്തിൽ ചില ദൗർഭാഗ്യവാന്മാരെ നമുക്ക് കാണാം. ഗംഭീരമായ യുദ്ധം ചെയ്തുകൊണ്ട് അവസാനം തെന്നിലേറ്റ മുറിവ് സഹിക്കവയ്യാതെ യുദ്ധരണാങ്കളത്തിൽ ആത്മഹത്യ ചെയ്ത് നരകത്തിലേക്ക് പോയവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ളവരിലുമുണ്ട് ചില എക്സ് മുസ്ലിങ്ങൾ. സോഷ്യൽ മീഡിയകളിലൂടെ അത്തരം എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്ത് വിശ്വാസ വ്യതിചലനത്തിലേക്ക് വിശ്വാസികളെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 17 തവണ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 17 തവണ നിർബന്ധ നമസ്കാരങ്ങളിൽ മാത്രം, സുന്നത്ത് നമസ്കാരങ്ങളിൽ അതിനപ്പുറവും സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നയിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലല്ലേ ഈ പള്ളിയിലേക്ക് നമ്മൾ കയറി വരാനുള്ള കാരണം സിറാത്തുൽ മുസ്തഖീമിലായതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ വന്ന് നമസ്കാരത്തിന് കൈകെട്ടിയിട്ട് വീണ്ടും അല്ലാഹുവിനോട് തേടുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നയിക്കണേ എന്നാണ്. കാരണം ഈ ഒരു മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വളരെ എളുപ്പമാണ്. പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് പുരോഗതി ഉണ്ടാകണം, നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകണം. സിറാത്തുൽ മുസ്തഖീമിൽ വന്ന് ധാരാളം ആളുകൾ വ്യതിചലിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുറെ ആളുകളുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി അറിയപ്പെട്ടവരാണ്. പക്ഷേ അവർ മരണപ്പെട്ട് നരകത്തിലേക്ക് പോയി. അവരെ കുറിച്ച് പറഞ്ഞത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലാണ് അവർ എന്ന് പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തി. അവരാരാ? അവർ ഇസ്ലാം സ്വീകരിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിച്ചവരാണവർ. അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ കൂടെയുണ്ടായവരാണവർ. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ വരെ പങ്കെടുത്തവരാണവർ. പക്ഷേ അവർ സ്വർഗാർഹരായില്ല. ഉദാഹരണമായി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, അയാൾ മുനാഫിക്കുകളുടെ നേതാവായി അറിയപ്പെടുന്നു. അയാൾ ആരായിരുന്നു? അയാൾ പ്രവാചകന്റെ കൂടെയുണ്ടായ വ്യക്തിയാണ്.
സിറാത്തുൽ മുസ്തഖീമിൽ വന്നു, പക്ഷേ നശിച്ചു. അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബ്, ഇയാൾ മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്, പക്ഷെ കാഫിറായി നശിച്ചു പോകുന്ന അവസ്ഥയാണ് അയാൾക്കുമുണ്ടായത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇസ്ലാമിലേക്ക് വന്ന ചിലരെ കുറിച്ച് പറയാണ്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത വലാ തഖും അലാ ഖബ്രിഹി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ കാണാം, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ. പ്രവാചകരെ, അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടിയും താങ്കൾ മയ്യത്ത് നമസ്കരിക്കരുത്. വലാ തഖും അലാ ഖബ്രിഹി, അവരുടെ ഖബറിന്റെ അടുക്കൽ പോയി താങ്കൾ നിൽക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് വിഷയം? നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകൻ, അയാളുടെ മകന്റെ പേരും അബ്ദുള്ളയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകൻ അബ്ദുള്ള വന്ന് പറയുകയാണ്, വാപ്പ മരിച്ചു എന്ന് പറയാണ്. കാരണം മകൻ അറിയാം വാപ്പാന്റെ അവസ്ഥ എന്താണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം ദ്രോഹിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. മകൻ നല്ല മനുഷ്യനാണ്, മകൻ അബ്ദുള്ള നല്ല മനുഷ്യനാണ്, സ്വഹാബിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ അവസ്ഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഖമീസ് ഊരിക്കൊടുക്കുകയാണ്. ഈ കുപ്പായത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ഏറ്റവും അധികം ദ്രോഹിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ കഫൻ ചെയ്യുന്നതിന് വേണ്ടി കുപ്പായം ഊരിക്കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖമീസിലാണ് അയാളെ കഫൻ ചെയ്തത് എന്ന് കാണാൻ കഴിയും. എന്നിട്ട് അയാൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നമസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളെ ഖബറിലേക്ക് വെക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജനാസ സംസ്കരണത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സംബന്ധിക്കുകയാണ്. പിന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലക്കിക്കൊണ്ട് ആയത്ത് അവതരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇയാൾക്ക് വേണ്ടി നമസ്കരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കുന്നില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഈ മുനാഫിക്കിന് വേണ്ടിയാണോ നിങ്ങൾ നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആയത്ത് അവതരിക്കുകയാണ്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി. പ്രവാചകരെ, ഒരിക്കലും താങ്കൾ അത്തരത്തിലുള്ള അവരിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കരുത്, ഖബറിൽ പോയി നിൽക്കരുത് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. സിറാത്തുൽ മുസ്തഖീമിൽ വന്ന് വ്യതിചലിച്ചു പോയ ഇത്തരത്തിലുള്ള ആളുകൾ, മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന വ്യക്തി, ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എക്സ് മുസ്ലിം എന്ന ഡെസിഗ്നേഷൻ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട്. വിശ്വാസികളെ പിഴപ്പിക്കുന്നതിന് വേണ്ടി ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാതെ ദീന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില എക്സ് മുസ്ലിങ്ങളെ നമുക്ക് കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം കെണികളിൽ പെട്ടുകൊണ്ടാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ അന്ത്യം അത് മരണത്തിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ ശക്തമായ താക്കീതാണ് വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, ദീനിൽ നിന്ന് ആരാണോ മുർത്തദായി പോകുന്നത്, ഫയമുതു വഹുവ കാഫിർ, അവൻ കാഫിറായി മരണപ്പെടുക തന്നെ ചെയ്യും. ഫൗലൈക ഹബിതത അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകും. ഫൗലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, നരകവാസികളാണെന്ന് മാത്രമല്ല നരകത്തിൽ അവർ ശാശ്വതരാണ് എന്ന ശക്തമായ താക്കീത് നമുക്ക് നൽകുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന്, ഈ ഒരു ചൊവ്വായ പാതയിൽ നിന്ന് ഈ ഭൂമുഖത്ത് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഒരു പ്രകാശത്തെ സ്വീകരിച്ച് ആ പ്രകാശത്തിലൂടെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിനെ ഏറ്റവും ഭയപ്പാടോടുകൂടി വേണം വിശ്വാസികൾ കാണാൻ. നോക്കൂ നിങ്ങൾ, സലഫുകൾ ഈ വിഷയത്തിൽ ഭയമുള്ളവരായിരുന്നു. സുഫിയാനു സൗരി റഹിമഹുല്ലയെ സംബന്ധിച്ച് കാണാം, അദ്ദേഹം ഇങ്ങനെ പേടിച്ച് കരയുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബം വന്നിട്ട്, അസബ്കി അദ്ദുനൂബ്, താങ്കളിൽ നിന്ന് വന്നുപോയ പാപത്തെ ഓർത്താണോ താങ്കൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ സഖാല അദ്ദേഹം പറഞ്ഞത്, അദ്ദുനൂബ ഹുവ അലയ്യ മിൻ ഹാദിഹി, എന്നിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ എന്നത് അത് ഇതിനേക്കാളും നിസ്സാരമാണ്.
എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നമാ അഖാഫു സൂഅൽ ഖാത്തിമ, ഞാൻ ഭയപ്പെടുന്നത് മോശപ്പെട്ട അന്ത്യമെങ്ങാനും അവസാനമെങ്ങാനും എനിക്കുണ്ടായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതുകയാണ്, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ എന്ന സൂറത്തുൽ ബഖറയിലെ 217-ാമത്തെ വചനം അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഭൂരിഭാഗവും അശ്രദ്ധയിലാണ്. ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് ഇതാണോ ദീനെന്ന് മനസ്സിലാക്കി ദീനിനോട് അകൽച്ച കാണിക്കുന്ന, ദീനിന്റെ അടിസ്ഥാനപരമായ സോഴ്സിൽ നിന്ന് ദീന് പഠിക്കാതെ അതും വിശ്വസിച്ച് നടക്കുന്ന, ഇസ്ലാമിനുമുണ്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ എന്ന ധാരണയിൽ നടക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. സോഴ്സിൽ നിന്ന്, പ്രമാണത്തിൽ നിന്ന് ദീന് പഠിക്കാൻ സന്നദ്ധമാകുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു നിലപാടിൽ ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുക. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഇസ്തിഖാമത്തോടുകൂടി ചൊവ്വായ പ്രഖ്യാപനത്തിനനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അല്ലാ തഖാഫു വലാ തഹ്സനു, മലക്കുകളുടെ സുവിശേഷം അത് കേട്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ദുനിയാവിൽ നിന്ന് വിടവാങ്ങാൻ അവർക്ക് കഴിയുമെന്നതാണ്. രണ്ടാമത്തേത് വിശ്വാസം ശരിയാക്കുക എന്നതാണ്. സ്ഥൈര്യത്തോടു കൂടി നിൽക്കണമെങ്കിൽ ലോകത്തും നാളെ മഹ്ശറിലും റബ്ബിന്റെ മുന്നിൽ വിചാരണ വേദിയിലും ഖബറിലും സ്ഥൈര്യത്തോടു കൂടി നിൽക്കാൻ യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, ഖൗലു സാബിത് അത് നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സ്ഥൈര്യത്തോടു കൂടി നിൽക്കാനുള്ള ഖിൽപ്പ് നമുക്ക് തരും. അതേതാണ് ഖൗലു സാബിത്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുസൃതമായി വിശ്വാസത്തെയും കർമ്മത്തെയും ചിട്ടപ്പെടുത്തിയവന് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പഠിപ്പിക്കുകയാണ്. അത് കേവല പ്രഖ്യാപനമല്ല, ഒരു ആദർശ പ്രഖ്യാപനമാണ്. ജീവിക്കുമ്പോൾ അതിനോട് കൂറുപാലിച്ചുകൊണ്ട്, മനസ്സിൽ തൗഹീദ് അടിയുറച്ചുകൊണ്ട്, വിശ്വാസരംഗവും കർമ്മരംഗവും അതിനനുസൃതമായി ചിട്ടപ്പെടുത്തിയവർക്ക് ആ നിലക്കുള്ള സ്ഥൈര്യം അല്ലാഹു നൽകും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബക്ക് മുമ്പ് നമ്മൾ കേൾക്കാറുണ്ട്. എന്താ പറയുന്നത്? ആയത്ത് അവസാനിക്കുന്നത് വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നും ഓരോ വെള്ളിയാഴ്ചയും ഈ ഒരു ഉത്ബോധനം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം, തവഫനി മുസ്ലിമ, അല്ലാഹു എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ എന്ന്. ആ പ്രാർത്ഥന അത് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിനനുസൃതമായ കർമ്മങ്ങൾ, ഈ ഒരു മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ള മാർഗം, കർമ്മം അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. അസ്വലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാൻ കഴിയുക എന്നത്. നാളെ പരലോകത്ത് മരണപ്പെട്ട് റബ്ബിന്റെ മുന്നിലെത്തുമ്പോ ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസറ. നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോ, വിചാരണക്ക് വിധേയമാകുമ്പോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളോടുള്ള ഒന്നാമത്തെ ചോദ്യം നമ്മുടെ നമസ്കാരത്തെ കുറിച്ചാണ്. അത് ശരിയായാൽ ബാക്കിയുള്ളത് ശരിയായി, അത് പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളത് പരാജയപ്പെട്ടു. അതുകൊണ്ട് അത് ശരിയാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്ർ. കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ദിക്ർ ചെയ്തിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസലുൽ ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്. ജീവനുള്ളവനും ജീവനില്ലാത്തവനും, മരിച്ചവനും ജീവനുള്ളവനും എങ്ങനെയാണോ അതുപോലെയാണ് ദിക്ർ എടുക്കുന്നവനും അതില്ലാത്തവനും. അതുകൊണ്ട് റബ്ബിനെ ധാരാളമായി
സ്മരിക്കാൻ നമ്മൾ സന്നദ്ധമാകുക. പരിശുദ്ധ ഖുർആനിലെ ദിക്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ അവിടെയൊക്കെ കാണാൻ കഴിയുക യാ അയ്യുഹല്ലദീന ആമനൂ ഖുറുല്ലാഹ ദിക്റൻ കതീറ, ദിക്റൻ കതീറ, ധാരാളമായി സ്മരിക്കണേ, ഓർക്കണേ എന്ന ആജ്ഞയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി, ഒരാൾ അങ്ങനെ തുടങ്ങുന്ന വഅന അബ്ദുക എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടാൽ, വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞാൽ പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ, ദിക്റുകൾ, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, ദുആകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ നമ്മൾ പതിവാക്കുക. ഒന്നും നമ്മൾക്ക് കുറെ ചെയ്തു എന്ന ചിന്തയാണ് പലപ്പോഴും ഉണ്ടാവുക. ഒന്നുമായിട്ടില്ല എന്ന ചിന്തയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ അത് സ്വീകരിക്കുമോ എന്ന ഭയം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രതീക്ഷ നമുക്ക് വേണം, പ്രതീക്ഷയുണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭയവും നമുക്കുണ്ടാവണം. നോക്കൂ, നിങ്ങൾ മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിന്റെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ തജിദുക, എങ്ങനെയുണ്ട്, എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി നൽകി, അർജുല്ലാഹ് യാ റസൂലല്ലാഹ്. ആ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന യുവാവ് പ്രതികരിക്കുകയാണ്, റസൂലേ, എനിക്ക് അല്ലാഹുവിന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്, ഞാൻ പ്രതീക്ഷ വെക്കുന്നു. അതോടൊപ്പം അഖാഫു ദുനൂബി, എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് പേടിയുമുണ്ട് റസൂലേ. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു മറുപടിയുണ്ട്. അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അതെന്താണ്? ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതനി ഇല്ലാ അഅതാഹു അല്ലാഹു മാ യർജു വആമനഹു മിമ്മാ യഖാഫ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ പ്രതീക്ഷയും ഭയവും ആരിലാണോ ഒരുമിച്ച് ചേരുന്നതെങ്കിൽ അവൻ ഭയപ്പെട്ട കാര്യത്തിൽ നിന്ന് നിർഭയത്വവും അവൻ പ്രതീക്ഷിച്ച കാര്യവും അവൻക്ക് നേടിക്കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരു സന്ദർഭത്തിൽ മറുപടി നൽകുകയാണ്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഭയപ്പെടുക എന്നതാണ്. ഇൻതജിതനിബു കബാഹിറ മാ തുൻഹൗൻ, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ ചെറുപാപങ്ങളെ നിങ്ങൾക്ക് പുറത്തു തരുമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇദാ ലഹറ സിന വരിബ ഫീ ഖറിയത്തിൻ ഫഖദ് അഹല്ലു ബിഅൻഫുസിഹിം അദാബുല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, വ്യഭിചാരവും പലിശയും പ്രകടമായ ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യുമെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിശാചിനെ കരുതിയിരിക്കുക. നമ്മെ വഴി തെറ്റിക്കുന്നതിന് വേണ്ടി അവസാനം വരെ അന്ത്യശ്വാസം വലിക്കുന്ന സന്ദർഭത്തിൽ പിശാച് പിന്നാലെ കൂടും. കാരണം അവൻ ചെയ്തൊരു വാഗ്ദാനമുണ്ട്. എന്ത്? അവൻ ചെയ്ത വാഗ്ദാനമുണ്ട്, ഞാൻ ഭൂരിപക്ഷത്തെയും റബ്ബേ നിനക്ക് നന്ദി കാണിക്കുന്നവരായി കാണാൻ കഴിയില്ല. നരകത്തിലേക്ക് ക്ഷണിക്കാനുള്ള ശ്രമമാണ് അവൻ നടത്തുക. അതുകൊണ്ട് അവസാന സമയമെന്നത് ഒരാളുടെ നരകവും സ്വർഗവും തീരുമാനിക്കപ്പെടുന്ന സന്ദർഭമാണ്. ആ സമയം പിശാച് പിന്നാലെ കൂടും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്താൻ ഇൻദൽ മൗത്ത്. മരണവക്കിൽ എന്നെ പിശാച് റാഞ്ചി എടുക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. മരണസന്ദർഭത്തിൽ പിശാച് റാഞ്ചി എടുക്കുന്നതിനെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. നോക്കൂ, നിങ്ങൾ ആ സന്ദർഭം ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട സന്ദർഭമാണ്. മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഅലം, നിങ്ങൾ അറിയണം, അന്നൽ മആസി, തെറ്റുകുറ്റങ്ങൾ എന്നത് തസുദ്ദു അബ്വാബ റിസ്ഖ്, റിസ്ഖിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ്. വഅന്ന മൻ ളയ്യ അംറല്ലാഹ് ളയ്യഅഹുല്ലാഹ്, പാപങ്ങൾ ഉപജീവനത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അവഗണിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആലയും അവഗണിക്കുമെന്ന് അറിയുക എന്ന് അദ്ദേഹം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനക്ക് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഹൃദയങ്ങൾ മറിക്കുന്ന അവസരത്തെയില്ലാതെ ഹിദായത്ത് നൽകിയതിനു ശേഷം ഈ ഒരു മാർഗത്തിൽ വ്യതിചലിക്കാതെ ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ആത്മാർത്ഥമായി, വെറും നാവിലൂടെയുള്ള അധരവ്യായാമമല്ല,
ഹൃദയത്തിൽ നിന്നുള്ള തേട്ടം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവിന്റെ റസൂല് പോലും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അല്ലാഹുവേ അവസാനം നന്നാക്കണേ, വഅജിർനാ മിൻ ഖിസി ദുനിയ, ദുനിയാവിന്റെ എല്ലാ അപമാനത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ, വഅദാബിൽ ആഖിറ, പരലോകത്തിന്റെ ദുനിയാവിന്റെ നിന്ദതയിൽ നിന്ന്, പരലോക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരലോകമായിരിക്കണം നമ്മുടെ അജണ്ട. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, പരലോകം ലക്ഷ്യമാക്കി പരലോകത്തിന്റേതായ പ്രവർത്തനത്തിൽ മുഴുകി റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ഫൗലൈക കാന സഅയുഹും മസ്കൂറ, അവരുടെ ചെയ്തികളാണ് നന്ദിയോടുകൂടി സ്വീകരിക്കപ്പെടുക എന്നതാണ്. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ഹിദായത്തിന്റെ പാതയിൽ ഏത് പ്രതിസന്ധികൾ മുന്നിൽ അടിഞ്ഞുകൂടിയാലും, ഏത് നിലക്കുള്ള സാഹചര്യം നമ്മെ വലയം ചെയ്താലും ഒരിക്കലും തന്നെ ഈ ഒരു പാതയിൽ നിന്ന് തെറ്റാതെ അടിയുറച്ചു നിൽക്കാനുള്ള തേട്ടവും പ്രവർത്തനവുമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹസനുൽ ഖാത്തിമയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്, അതിനനുസൃതമായ പ്രവർത്തനങ്ങളിലാണ് മുഴുകേണ്ടത്. അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകിയ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ ഉണ്ടാകും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുറ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ജനാസ, ഒരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. ഫഉസ്നിയ അലൈഹാ ഖൈറ, ആളുകൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലത് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. وتتابعت ألسنة بالخير فقالوا كان ما علمنا يحب الله ورسوله. ആളുകൾ ഇങ്ങനെ പറഞ്ഞു, നമുക്കറിയാവുന്നിടത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ച് ദീനിനു വേണ്ടി ജീവിച്ച നല്ല ഒരു മനുഷ്യനായിരുന്നു എന്ന് ആളുകൾ എന്ത് ചെയ്യും? ഇത്തരത്തിൽ സൽക്കർമ്മിയായി ജീവിച്ച മനുഷ്യനെ കുറിച്ച് ആളുകൾ സാക്ഷ്യപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയപ്പോ ഫഖാല നബിയുള്ള, ആ ജനാസയെ കുറിച്ച് അങ്ങനെ ആളുകൾ പറഞ്ഞപ്പോ ഫഖാല നബിയുള്ള, അള്ളാഹുവിന്റെ പ്രവാചകൻ 3 തവണ പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, വാജിബായി കഴിഞ്ഞു വാജിബായി കഴിഞ്ഞു വാജിബായി കഴിഞ്ഞു. വമുറ ബിജനാസ, മറ്റൊരു ജനാസ കൊണ്ടുവരപ്പെട്ടു. ഫഉസ്നിയ അലൈഹാ ശർറ, അപ്പൊ ആളുകൾ എന്ത് ചെയ്തു? മോശം പറഞ്ഞു ആ മയ്യത്തിനെ കുറിച്ച്. കാരണം അയാളുടെ ജീവിതം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അയാളുടെ ജീവിതം എങ്ങനെയാണോ സാക്ഷ്യപ്പെടുത്തിയത് അതിനനുസരിച്ച് എന്ത് ചെയ്തു? ആളുകളുടെ പ്രതികരണം ആ മയ്യത്തിനെ കുറിച്ചുണ്ടായി. അള്ളാന്റെ ദീനിനെ സംബന്ധിച്ച് ഈ മനുഷ്യൻ വളരെ മോശമായിരുന്നു എന്ന രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചപ്പോഴും ഫഖാല നബിയുല്ലാഹ് വജബത്ത് വജബത്ത് വജബത്ത്, 3 തവണ വാജിബായി കഴിഞ്ഞു വാജിബായി കഴിഞ്ഞു വാജിബായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിദല്ലക അബീ വ ഉമ്മി മുറ ബിജനാസ ഫഉസ്നി അലൈഹാ ഖൈർ ഫഖുൽത വജബത്ത് 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 ومر بجنازة فأثني عليها شرا فقلت وجبت وجبت وجبت. ഇതെന്താ ഇങ്ങനെ പറഞ്ഞത്? ഒരു ജനാസയെ കുറിച്ച് ഖൈർ പറഞ്ഞപ്പോഴും നിങ്ങൾ അങ്ങനെ പറഞ്ഞു, മറ്റൊരു ജനാസയെ കുറിച്ച് ഷർറ് പറഞ്ഞപ്പോഴും നിങ്ങൾ അങ്ങനെ പറഞ്ഞു. എന്താ പ്രവാചകരെ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറൻ വജബത് ലഹുൽ ജന്ന. നിങ്ങൾ പ്രശംസിച്ചു പറഞ്ഞ അദ്ദേഹത്തിന് സ്വർഗം വാജിബായി കഴിഞ്ഞു, സ്വർഗം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ മോശപ്പെടുത്തിയ വ്യക്തി അദ്ദേഹത്തിന് വജബത്ത് ലഹുൻ നാർ, നരകം നിർബന്ധമായി കഴിഞ്ഞു. അൽ മലായികത്തു ശുഹദാഉല്ലാഹ്, മലക്കുകൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. ഫിസ്സമാ, എവിടെ? ഉപരിയിൽ. എന്നാൽ വഅൻതും ശുഹദാഉല്ലാഹി ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലെ അല്ലാഹുവിന്റെ സാക്ഷികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബത്തിനോട് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോ ഖൈറിലൂടെ ജീവിച്ച് മരണം വരിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. എങ്കിൽ ആമുഖമായി ഞാൻ കേൾപ്പിച്ച വചനം സൂറത്തുൽ ഫജ്റിലെ വചനം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന,
സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടി, റബ്ബിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടിക്കൊണ്ട് നീ മടങ്ങി വാ എന്ന ആ വിളി കേട്ട് സന്തോഷത്തോടു കൂടി റബ്ബിലേക്ക് നമ്മുടെ ആത്മാവിനെ പറഞ്ഞയക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ഈ സൽവൃത്തരായ അടിമകളിലേക്ക് നീ പ്രവേശിക്കൂ, വദ്ഖുലി ജന്നത്തി, എന്റെ ഈ സ്വർഗത്തിലേക്ക് കടന്നു വാ എന്ന ആ വിളി കേട്ട് കടന്നു ചെല്ലാൻ നമ്മുടെ ആത്മാവിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനനുസൃതമായ വിശ്വാസവും കർമ്മവുമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിക്കാതെ കാത്തു സൂക്ഷിക്കുക, മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള പ്രയത്നമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.